നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ അണികളുമെല്ലാം വി.ഡി. സതീശന് എതിരായി നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ആ വിവാദം ഒന്ന് അവസാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. വീണ്ടും പാർട്ടിയിൽ സജീവമാകാനും പോയ പ്രതാപം തിരികെ പിടിക്കാനുമുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വി.ഡി. സതീശന് വെള്ളിടി വെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. കെ.സി. വേണുഗോപാൽ പാർട്ടിയിൽ അതിശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു. അങ്ങ് കേന്ദ്രത്തിലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം പ്രവർത്തിച്ച കെ.സി. ഇപ്പോൾ കേരളത്തിൽ ശക്തമായി തന്നെ നിലയുറപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും വി.ഡി. സതീശന് എതിരാകുന്ന കാര്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന വി.ഡി. സതീശന് കെ.സി. വേണുഗോപാൽ ഒരു തിരിച്ചടിയും എതിരാളിയുമാണ്. എങ്ങനെയെങ്കിലും കെ.സിയെ വെട്ടാൻ പല വഴികൾ നോക്കുകയാണ് വി.ഡി. സതീശൻ. എന്നാൽ രാഹുലിന്റെയും ഷാഫിയുടെയും സൈബർ ഗ്രൂപ്പുകളിൽ ചിലതിൽ വി.ഡി. സതീശനെതിരെയാണ് ചില വിമർശനങ്ങൾ വരുന്നത്. അതായത് രാഹുലിനെ വീഴ്ത്താൻ പ്രയോഗിച്ച പെണ്ണ് കേസ് വല്ലതും ഇനി കെ.സിയുടെ കാര്യത്തിൽ വി.ഡി. പ്രയോഗിക്കുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അത്തരത്തിലുള്ള വല്ല നീക്കവും നടന്നു കഴിഞ്ഞാൽ സതീശനെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെയാണ് പാർട്ടി അണികൾ പോലും സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കടുത്ത അതൃപ്തിയിലാണ്. കെ.പി.സി.സി പുനഃസംഘടനയുമായി നിസ്സഹരിക്കാനാണ് എ ഗ്രൂപ്പിന്റെയും തീരുമാനം. പരിഹാരമുണ്ടായില്ലെങ്കിൽ ലഭിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട എന്ന ചിന്ത എ ഗ്രൂപ്പിലുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. കടുത്ത നിലപാട് എടുക്കുമെന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ അവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കെ മുരളീധരൻ, ചാണ്ടിയുമ്മൻ എന്നിവരുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾക്ക് പുറമെയാണ് ഇത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പട്ടികയിൽ തൃപ്തനല്ല. കോട്ടയം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം നിർദ്ദേശിച്ച ഫിൽസൺ മാത്യൂസിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിലൂടെ ജില്ലാ അധ്യക്ഷനായി പരിഗണിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. തന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്ന തോന്നൽ ഇപ്പോൾ വി.ഡി. സതീശനുണ്ട്. അതായത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് കെ.സി. വേണുഗോപാലാണ്. ഇതാണ് വി.ഡി. സതീശനെ അലോസരപ്പെടുത്തുന്നത്. വിവിധ സഭാ വിഭാഗങ്ങളും പരാതികളുമായി എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നിർണായക തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. കെ.പി.സി.സി സെക്രട്ടറിയായി കൂടുതൽ പേരെ ഉൾപ്പെടുത്തും. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ നേതൃയോഗം വ്യാഴാഴ്ച ചേരും. കെ.പി.സി.സി ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സതീശൻ അടക്കമുള്ളവർ പ്രതിഷേധിച്ചേക്കും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എ ഗ്രൂപ്പ് കടുത്ത നിരാശയിലാണ്. DCC പ്രസിഡന്റുമാരും കെ.പി.സി.സി ഭാരവാഹികളുമായിരുന്ന ചില നേതാക്കന്മാരുടെ പേര് വിവിധ സ്ഥാനങ്ങളിലേക്ക് എ ഗ്രൂപ്പ് നൽകിയിരുന്നു. K.P. ധനപാലൻ, അബ്ദുൾ റഹ്മാൻ ഹാജി, K.C. അബു എന്നിവർക്ക് എ ഗ്രൂപ്പ് മുൻഗണന നൽകിയിരുന്നു. മുൻപ് കെ.പി.സി.സി സെക്രട്ടറി ആയിരുന്ന റിങ്കു ചെറിയാന്റെ പേരും മുന്നോട്ട് വെച്ചു. എന്നാൽ ഇവരൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇതിലെ അതൃപ്തി AICCയെ എ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം എ ഗ്രൂപ്പിനെ തഴയുന്നു. കെ.സി. വേണുഗോപാൽ സ്വന്തം താൽപര്യം വെച്ച് സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊക്കെയാണ് ആരോപണം. മറ്റു ഗ്രൂപ്പുകളെ ദുർബലമാക്കാൻ വേണ്ടിയാണ് ഇതെന്നും ആരോപണങ്ങൾ ശക്തമാകുന്നു. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെമ്പഴന്തി അനിൽ എന്ന നിർദ്ദേശവും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനായി ചുമതല നോക്കുന്ന N. ശക്തനെ കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതോടെ അദ്ദേഹം ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് സൂചന. കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ K.P. ഹാരിസിന്റെ പേരും പരിഗണിക്കപ്പെട്ടില്ല. ജനറൽ സെക്രട്ടറി ആയിരുന്ന മരിയാപുരം ശ്രീകുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മന്റെ പേര് എ ഗ്രൂപ്പ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു. അബിൻ വർക്കിയെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കെ.സി. വേണുഗോപാൽ പിടിച്ചെടുത്തെന്ന പരാതി രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചിട്ടുണ്ട്. സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കിയാണ് ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടിക തയ്യാറാക്കിയതെങ്കിലും ഫലത്തിൽ സാമുദായിക സംഘടനകളെല്ലാം എതിരായി. സെക്രട്ടറിമാരുടെ പട്ടികയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. കെ.പി.സി.സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭാരവാഹി പട്ടികയാണ് ഇത്തവണത്തേത്. ഒരു കാലത്ത് വൈസ് പ്രസിഡന്റ് പദവി ഇല്ലാതിരുന്ന കെ.പി.സി.സിക്ക് പിന്നീട് 1ഉം 3ഉം ഒക്കെയായി. ഇപ്പോൾ 13 പേരായിട്ടും തർക്കം ബാക്കിയാണ്. 13 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് വനിത. സീനിയർ നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ ഒഴിവാക്കി രമ്യ ഹരിദാസിനെയാണ് വൈസ് പ്രസിഡന്റാക്കിയത്. 59 ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിച്ചിട്ടും താൻ നിർദ്ദേശിച്ചവരെ ഒഴിവാക്കിയെന്ന് പ്രതിഷേധിച്ച കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സെക്രട്ടറിമാരുടെ പട്ടിക വരാൻ കാത്തിരിക്കുകയാണ്. 80 പേർ ഉൾക്കൊള്ളുന്ന സെക്രട്ടറിമാരുടെ പട്ടിക തയ്യാറായിരുന്നു.
എന്നാൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 59 ആയതോടെ സെക്രട്ടറിമാരുടെ എണ്ണം 118 എങ്കിലും ആക്കേണ്ടതുണ്ട്. അതിനാൽ ഇത് പരസ്യപ്പെടുത്തുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്നാണ് കണക്ക്. വ്യാഴാഴ്ച ചേരുന്ന ഭാരവാഹി യോഗത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ വിളിച്ചിട്ടില്ല. എല്ലാം KC വേണുഗോപാലിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടക്കുന്നതെന്നും മറ്റ് നേതാക്കൾക്കാർക്കും ഇതിൽ ഒരു റോളുമില്ലേ എന്നും ചോദ്യം ഉയരുകയാണ്. പാർട്ടിയിൽ വീണ്ടും അടിപിടിയും കടിപിടിയും തുടങ്ങിയിരിക്കുകയാണ്. VD സതീശനാകട്ടെ എങ്ങനെയെങ്കിലും KC വേണുഗോപാലിനെ ചവിട്ടി പുറത്താക്കി തിരിച്ച് അങ്ങ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്നാൽ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര തനിക്ക് വേണം എന്ന് KC വേണുഗോപാൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധമുള്ള KCക്ക് തന്നെ നറുക്കു വീഴാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ VD സതീശന്റെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം പാർട്ടിയിലെ യുവ നേതാക്കളെ എല്ലാവരെയും VD സതീശൻ വെറുപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൂർണ്ണമായും VDയുടെ നാശത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.